ഈ ക്ഷേത്രത്തിൻ്റെ കവാടം കണ്ടോ, ഒരു പ്രത്യേക രീതിയിലുള്ള കവാടാണിത്. അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് പടിഞ്ഞാറേ നടവഴിയാണ് ഇവിടേക്ക് വരുന്നത്. ഗുരുവായൂർക്ക് പോകുന്ന വഴിക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ബോർഡ് ഞാൻ കണ്ടത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു മുൻപൊരിക്കൽ. പക്ഷേ ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഓർമ്മയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ ആ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ഇതാണ്, ഈ അമ്പലത്തിലോട്ടൊന്ന് പോകണം എന്ന് കരുതി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അപ്പോൾ പടിഞ്ഞാറേ നടയാണ് ഇത് അമ്പലത്തിൻ്റെ. അപ്പോൾ പടിഞ്ഞാറേ നടയിൽ കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. അപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല, ആരും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നട അടച്ചിട്ടുണ്ടാവുമോ, കാലത്ത് പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അത് ചുറ്റി ചെന്നിട്ട് നമ്മൾ കിഴക്കേ നടയിലേക്ക് എത്തുകയാണ്. ഈ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ 5 കിലോമീറ്റർ അടുത്തായിട്ടാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിൽ ഗുരുവായൂർ എത്തുന്നതിന് മുൻപ് ഒരു 5 കിലോമീറ്റർ മുൻപായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് അരിയന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് നമ്മുടെ പെരുന്തച്ചൻ ആണ് ഇതിൻ്റെ നിർമ്മാതാവ് എന്നാണ് പറയുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് അത്ര ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്, പെരുന്തച്ചൻ. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമായ മോഹിനിയാണ്. അതാണ് ഹരികന്യക. അതാണ് ഈ ഹരികന്യക ദേവി ക്ഷേത്രം. കണ്ടു, ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ഇത് വളരെ പഴക്കം ചേർന്ന ഒരു അമ്പലമാണ്. ഒരു കുന്നിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അത് നമുക്ക് പക്ഷെ പടിഞ്ഞാറേ നടയെന്ന് വരുമ്പോൾ അത് മനസ്സിലാവില്ല. കിഴക്കേ നടയെന്ന് വരുമ്പോൾ അത് ശരിക്കും ഒരു കയറ്റമാണ് ഈ അമ്പലത്തിലോട്ട്. അങ്ങനെ കയറ്റം കയറി വന്നിട്ട് വേണം ഇവിടേക്ക് എത്താനായിട്ട്. വളരെ അതിപുരാതനമായിട്ടുള്ള ഒരു അമ്പലം. ഇതിപ്പോൾ പുരാവസ്തു ഗവേഷകരുടെ കീഴിലാണ് ഇതിപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വളരെ ശാന്തമായിട്ടുള്ളൊരു അമ്പലം, അതും വളരെ അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രം. ഇത് പെരുന്തച്ചൻ നിർമ്മിച്ചതാണ്. അത് മാത്രമല്ല അത് ആ കാലത്ത് 32 ദേശങ്ങൾക്ക് കൂടിയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു എന്നാണ് പറയുന്നത് ഈ അമ്പലം. ഇവിടെ മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണു, അതാണ് ഹരികന്യക, അതാണ് പ്രധാന പ്രതിഷ്ഠ. അതിനു പുറമെ ഉപദൈവങ്ങളായി